രേണുസുതി ഫ്ലവർ അല്ലടാ, പയറാ അല്ലേ? കണ്ണുമില്ലേ ഇവിടെ ഒരു മനുഷ്യൻ എന്റെ തത്തമ്മ കണ്ണുമില്ല. പിന്നെ ഏതായിരിക്കും കുറച്ച് ഫണ്ണായിട്ടും കൂടി വന്നിട്ടുണ്ടാവും അതിന് മുമ്പ്? അപ്പൊ രാവിലത്തെ ആ പ്രശ്നമല്ലേ, അവിടെ നിന്ന് കരഞ്ഞിട്ട് വരുമോ തനിക്ക് എന്നാ തോക്കേടാടോ എന്ന് പറഞ്ഞാൽ എഴുതേക്ക് വരുന്നത്. ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ അവിടെ? അനീഷാണ്. ഭയങ്കര ഇതിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? അങ്ങനെ ലക്ഷ്മി പറഞ്ഞ തെറ്റാണ്. ലക്ഷ്മി ഞാൻ കാണിച്ചത് പറഞ്ഞ വെറും തെറ്റാണ്. ഇനി എന്തൊക്കെ ലക്ഷ്മി അതിനകത്ത് ഇത് കൊണ്ടുവന്നാലും അവള് പറഞ്ഞ തെറ്റാണ്. ലക്ഷ്മി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ അതെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൊരു മോശം പരാമർശമായിരുന്നു അക്ബറിന്റെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെ വന്നപ്പോൾ ഞാനെന്ന വ്യക്തിയോടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ വ്യക്തിയോട് പറയുമ്പോൾ ശരിക്കും ആ ഒരു വിഷമത്തിനെ കേരളത്തിലെ അമ്മമാരെ മോശമാക്കി ചിത്രീകരിച്ചു, കേരളത്തിൽ വിധവകളെ മോശമായി ചിത്രീകരിച്ചു, സ്വന്തം മനസ്സിനെ തന്നെ പാകപ്പെടുത്തുന്നുണ്ട് അങ്ങനെയല്ല എന്നുള്ളത്. അപ്പൊ അവനാൽ തന്നെ അതങ്ങനെ പറയുന്നത് ശരിക്കും ഒരു ഡബിൾ സ്റ്റാൻഡ് അല്ലേ? ശരിക്കും ഭർത്താവ് മരിച്ചവരെ പ്രതിനിധീകരിച്ചുമാണ് ഞാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയത്. അപ്പൊ പിന്നെ എന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു. ആ സമയത്ത് എടാ എന്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് അത് വിധവ അല്ല, അത് ഓൾറെഡി വിധവക്കാട് അതിന് മുമ്പ് എടുത്തിരുന്നല്ലോ. മുമ്പ് അങ്ങനെ എടുത്ത ഒരു സംഭവത്തിനെ കണക്ട് ചെയ്തിട്ട് രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ടൂർ പോക്കായിരുന്നു. ടൂർ പോയതാണ് തന്നെ പറയാം, നമുക്ക് കാണാൻ പോയതാണെന്ന് തന്നെ പറയാം, അങ്ങനെ തന്നെ പറയാം. കാരണം എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതാണ്. ബിഗ് ബോസിൽ പോയ പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ 90 ദിവസം നിന്നു, 100 ദിവസം നിന്നു എന്നൊക്കെ. പക്ഷെ പോയതൊരു ദിവസമാണെങ്കിലും അത് കപ്പടിച്ചതിന് തുല്യമാണെന്ന് പറയണമെങ്കിൽ ചില്ലറ തരുന്നും പോരാ. രേണുസുതി ഫ്ലവർ അല്ലടാ, പയറാ അല്ലേ? ആ ഫയർ അണഞ്ഞോ? ഫയറില്ലേ ഇപ്പോ? അണഞ്ഞിട്ടൊന്നുമില്ല. അത് ഫയർ കത്തിക്കേണ്ട സമയത്ത് കത്തിച്ചാൽ പോരെ. എന്തിനാ വെറുതെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒന്നും പോയി കത്തിക്കേണ്ട കാര്യമില്ല. നമ്മൾക്കിട്ട് വരുന്നത് നമ്മൾ എന്തായാലും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അവിടെ നിന്ന് വഴക്ക് പിടിക്കുന്ന അല്ലെങ്കിൽ ഇപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി ചെന്ന് സ്ക്രീൻ സ്പേസ് കൂട്ടാനൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് വന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 or 3 ആണെങ്കിലും ഞാനൊന്ന് അനങ്ങി അത് പുറത്ത് കത്തുന്നുണ്ട്. ഈ കത്തിക്കാനാ പോയെന്ന് പറഞ്ഞു, കത്തിക്കേണ്ട സമയത്തേ ഫയർ ആവണ്ടോ എന്ന് പറഞ്ഞു. ഫയർ ആയോ? എനിക്കെതിരെ വന്ന 2-3 പ്രശ്നങ്ങൾക്ക്, അതും കുറച്ച് പ്രശ്നങ്ങൾ കാരണം അവർക്ക് തന്നെ മനസ്സിലായി. ഞാൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ കണ്ടസ്റ്റൻസ് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി രേണു ചേച്ചിയെ പറ്റി ഞങ്ങൾക്കൊക്കെ വേറൊരു ധാരണയായിരുന്നു. കാരണം എല്ലാ ഇൻ്റർവ്യൂസ് കാണുമ്പോഴും അത് തന്നെയല്ല, രേണു ചേച്ചി സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അതായത് ആൽബം ചെയ്യുന്നു, ചേച്ചി അഭിനയിക്കുന്നു, ഇതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ചിലവർ കണ്ടസ്റ്റൻസ് പറഞ്ഞാണ്, കുറച്ച് പേര് പറഞ്ഞാണ് ഞങ്ങൾക്കൊക്കെ ചേച്ചിയോട് നെഗറ്റീവായിട്ടാണ് ഞങ്ങൾക്കൊരു സമീപനമായിരുന്നു. ഞങ്ങളൊക്കെ 2-3 പേര് എന്നോട് പറഞ്ഞ ചേച്ചിയെ ഹോട്ട് സീറ്റ് ശാരികനെ ടാർഗറ്റ് ചെയ്തത് തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ വന്നപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്നും നിങ്ങൾ ആവശ്യമില്ലാത്തൊരു കാര്യത്തിനും ഇടപെടത്തില്ലെന്നും നിങ്ങളെ വരുന്നതിനാണ് നിങ്ങൾ ഈ പ്രതികരിക്കുന്നത്. ഇപ്പം ഇൻ്റർവ്യൂസിനാണെങ്കിലും നിങ്ങളോടുള്ള വിവാദങ്ങൾക്കാണ് നിങ്ങൾ മറുപടി കൊടുക്കുന്നത്. ചുമ്മാ അവിടെ വലിഞ്ഞു കയറി ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. അല്ല, നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മളെ ആരോപിക്കുന്നതാണെങ്കിലും ഗെയിമിന്റെ ഭാഗമാണെങ്കിലും ഇങ്ങോട്ട് വരുന്നതിന് ഡിഫെൻഡ് ചെയ്യോ മറുപടി പറയലോ മാത്രമല്ലല്ലോ, നമ്മുടെ സൈഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതിനും കൂടി വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അവിടെ പോയിട്ടുള്ളത്. അത്തരത്തിൽ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നോന്ന് ചോദിച്ചാൽ ഞാൻ ചെന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ 1ാമത്തെ ദിവസം തന്നെ ഞാൻ എന്നാ പറയാ ഒരു ഡ്രോമയായിപ്പോയി. അങ്ങനെ ഓപ്പണായിട്ട് തന്നെ പറയാം. ഡ്രോമയെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി പറഞ്ഞാൽ സുധിച്ചേട്ടൻ മരിച്ച സമയത്ത്, അതായത് എൻ്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ, മക്കളുണ്ടായിരുന്നു, അവരെ കാണാമായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരെ കാണാമായിരുന്നു, എല്ലാ കുടുംബക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് പിന്നെ യാത്രകൾ ചെയ്തൊക്കെയാണ് ഞാൻ എൻ്റെ ഡ്രോമയിൽ നിന്ന് ഓക്കെ ആയി വന്നത്, ഡിപ്രഷനിൽ നിന്നൊക്കെ ഞാൻ റിട്ടേൺ വന്നത്. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ ചെന്നപ്പോഴത്തേന് പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഹൗസ് പോലത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഞാൻ ചെല്ലുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. പുറം ലോകമായിട്ട് കോണ്ടാക്റ്റില്ല, ആരുമായിട്ട് കോണ്ടാക്റ്റില്ല തന്നെയാണ് ചെല്ലുന്നത്. ആ സമയത്ത് ആ പഴയ ആ ഡ്രോമ, അതായത് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു അവസ്ഥ എന്നിലേക്ക് വന്നു. പിന്നെ എനിക്കൊന്ന് മനുഷ്യൻ്റെ മനസ്സിന് പല ചിന്തകൾ വരും, പല പ്രശ്നങ്ങൾ വരും. അതൊക്കെ ഇപ്പം നമുക്ക് മുൻകൂട്ടി കണ്ടിട്ടല്ലോ നമ്മൾ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് വന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു മൈൻഡിന് ഒരു വെട്ടം വീണം തന്നെ എനിക്ക് പറയാം. അത് ഞാൻ എവിടെയും ഞാനത് പറയും. ഈ വന്ന് കയറുമ്പോ തന്നെ പറയുന്ന കാര്യം സുധിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. ആക്ച്വലി സുധിച്ചേട്ടൻ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. സുധിച്ചേട്ടൻ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. സുധിച്ചേട്ടൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ ഞാൻ അതിന്റെ ഇതിലല്ല ഞാൻ പറഞ്ഞത്.
സുധിച്ചേട്ടന് ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സുധിച്ചേട്ടൻ. അപ്പം അതായത് നമ്മുടെ സാജു ചേട്ടനെയൊക്കെ വിളിച്ച ആ സമയത്ത്, സാജു നവോദയൊക്കെ ആ സമയത്ത്, അപ്പം 2-3 ബാക്കാന്ന് തോന്നുന്നല്ലോ, 4-5 വർഷം പുറകോട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് സുധിച്ചേട്ടന് നല്ല ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ പോകാൻ. അപ്പം ആൾക്ക് ഒരു ദിവസം പോലും, അതായത് ആൾക്ക് ഒത്തിരി ദിവസം നിൽക്കണമെന്നും ആഗ്രഹമില്ല. കാരണം 100 ദിവസം എപ്പോഴും പറയൂ, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് 100 ദിവസമൊക്കെ പോയി നിൽക്കാൻ പോലും പറ്റും, നിങ്ങളെയൊക്കെ കാണാൻ നിൽക്കാൻ പോലും പറ്റൂല. അപ്പം 1-2 ദിവസമൊക്കെ പോയി നിൽക്കുകയാണ് സന്തോഷം, പുള്ളിക്ക് ഇഷ്ടമായിരുന്നത്. അപ്പം ഞാൻ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് സുചേട്ടാ ഞാൻ എത്തി, അതായത് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അപ്പം ആളുടെ പാർട്ട്ണർ എന്ന നിലയിൽ ഞാൻ വന്നെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും രേണു ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഞാനൊരു എന്താ പറയുക, ഭർത്താവ് മരിച്ച സ്ത്രീയാണ്, ഞാൻ വിധവയാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണുന്നത്, എല്ലാ സുചേട്ടാ എൻ്റെ ഒപ്പം ഉണ്ട്. രേണു ചേച്ചിയുടെ, രേണുസുധിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ ഓൾറെഡി ഒപ്പമുണ്ട്. അതായത് ആളുടെ പ്രസൻസ് നമുക്ക് എന്താ പറയുക, ആ ഒരു ബാഹികമായിട്ട് നമുക്ക് കാണാനും അറിയാനും ഒന്നും പറ്റുന്നില്ലെങ്കിൽ പോലും ആൾ കൂടെ ഉണ്ട്. പക്ഷെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ആള് മരിച്ചുപോയ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പൊ 2 തലത്തിന് എനിക്ക് ചിന്തിക്കാം. രേണു ചേച്ചി ചിന്തിക്കുന്നത് എങ്ങനെയാ? രേണുസുധി ഒരു വിധവയാണോ? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് അകത്തോട്ട് കയറിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബിഗ് ബോസിനോട് ഞാൻ സംസാരിച്ചായിരുന്നു, എനിക്ക് പറ്റില്ല, എന്നെ പുറത്ത് വിടണമെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് കണ്ടോ ഇല്ലോ എന്നൊന്നും ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല, കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം എന്നെ പുറത്ത് വിടണം, എനിക്ക് പറ്റൂല എന്ന് തന്നെ പറഞ്ഞപ്പം ബിഗ് ബോസിന് നിങ്ങളുടെ മനസ്സിന് സന്തോഷം എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ലെന്ന് ഞാൻ ചിന്തിച്ചോട്ടെ. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ആവും, നമ്മുടെ ചിന്തയൊക്കെ നമ്മളെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയാവും. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഇനി മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യം എനിക്കറിയില്ല, അവരുടെ മനസ്സിലെ കാര്യം എനിക്കറിയില്ല. ഓരോരുത്തർ ഓരോ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ലെന്ന് ചിന്തിക്കാം, കാരണം ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ, ഞാൻ ഓൾറെഡി പിള്ളേരെ ഏൽപ്പിച്ചിട്ട് വന്ന് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നപ്പോഴാണ് ഞാൻ അവിടെ നിൽക്കാന്ന് ഏറ്റത്. അതായത് മനസ്സുകൊണ്ട് ഞാൻ ശരിക്കും അങ്ങനെ മനസ്സുകൊണ്ട് ഇപ്പൊ സുചേട്ടൻ ഒപ്പമുണ്ട്, സുചേട്ടൻ മരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുമ്പോഴും അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൊരു മോശം പരാമർശമായിരുന്നു അക്ബറിൻ്റെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെ വന്നപ്പോൾ ഞാനെന്ന വ്യക്തിയോടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ വ്യക്തിയോട് പറയുമ്പോൾ ശരിക്കും ആ ഒരു വിഷമത്തിനെ കേരളത്തിലെ അമ്മമാരെ മോശമാക്കി ചിത്രീകരിച്ചു, വിധവകളെ മോശമായി ചിത്രീകരിച്ചു, സ്വന്തം മനസ്സിനെ തന്നെ പാകപ്പെടുത്തുന്നുണ്ട് അങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ അവനാൽ തന്നെ അതങ്ങനെ പറയുന്നത് ശരിക്കും ഒരു ഡബിൾ സ്റ്റാൻഡ് അല്ലേ? ശരിക്കും ഡബിൾ സ്റ്റാൻഡ് കാര്യമല്ല. ഞാൻ ഈ സംഭവം നടക്കുന്നത് നമ്മൾ ചെല്ലുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സെപ്റ്റിക് ടാങ്ക് വിഷയം. അതായത് ആദ്യമായിട്ട് ഓമന പേര് കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് സെപ്റ്റിക് ടാങ്ക് വിഷയം നടക്കുന്നത്. ഇതിന് എത്രയോ ദിവസം ശേഷമാണ്, അതായത് 5 ആഴ്ച ഞാൻ അവിടെ കംപ്ലീറ്റ് ആക്കി. 5 ആഴ്ചയിൽ ഒരാഴ്ച എവിക്ഷൻ ഇല്ലായിരുന്നു. അപ്പം ആ 5-ാമത്തെ ആഴ്ചയിലാണ് ഞാൻ എവിക്റ്റായിട്ട് വന്നത്. അപ്പം ആ 4-ാമത്തെ ആഴ്ച എന്തോന്ന് എവിക്ഷൻ ആർക്കും ഇല്ലായിരുന്നു അന്നത്തെ ദിവസം, എന്തോ ഓണോ എന്തോ ആയിരുന്നു. അപ്പം 5-ാമത്തെ, അപ്പം ഈ 5 ആഴ്ച നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം നടന്നത്. ഏതാ ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പം ഇപ്പം റോഹൻ ചോദിച്ചത് എന്നെയാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഓരോരുത്തരും ഓരോരുത്തരും ഓരോ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്താണ് വന്നതെന്ന് പലരും പറയുന്നുണ്ടല്ലോ. ഞാൻ എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പോകുന്നതിന് മുന്നേ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് സിംഗിൾ പേരന്റ്, ഹസ്ബൻഡ് മരിച്ച സിംഗിൾ പേരന്റിന്റെ അവരെ പ്രതിനിധീകരിച്ചും അതുപോലെ ഭർത്താവ് മരിച്ചവരെ പ്രതിനിധീകരിച്ചുമാണ് ഞാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയത്. അപ്പൊ പിന്നെ എന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു. ഇപ്പൊ അവിടെ പറയുന്നത് രേണുസുധി എന്നുള്ളൊരു ആർട്ടിസ്റ്റിന്റെ ക്യാരക്ടറിനെ ആ വ്യക്തിയെയാണ് ശരിക്കും അവിടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പൊ സിംഗിൾ പാരന്റ് എന്നുള്ള രീതിയിലേക്ക് അവിടെ വരുമ്പോൾ അക്ബറിന്റെ പരാമർശത്തിൽ അക്ബർ പറഞ്ഞതിന് ന്യായീകരിക്കില്ല, പക്ഷെ അക്ബറിന്റെ പരാമർശത്തിൽ ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം സെപ്റ്റിക് ടാങ്കിന് തുല്യമാണെന്നല്ല പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ശരിക്കും അങ്ങനെ വിധവകളെ മോശമായിട്ട് എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി എഴുതുന്നത് എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. കാരണം രണ്ടാമത് അതിന് ഞാൻ പറയാം, ഈ അക്ബർ എന്ന് പറയുന്ന ആളുമായിട്ട് ഞാൻ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അവിടെ നിന്നിട്ട് വഴക്കോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞെങ്കിൽ നമുക്ക് ആ ഒരു അതിനകത്തെ ഗെയിം വെച്ചിട്ടായിരിക്കും പറഞ്ഞെന്ന് വെക്കാം. ഇത് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും അക്ബർ സംസാരിച്ചത്. കാരണം ഒരു പിറ്റേ ദിവസം അല്ലേ ആയുള്ളൂ, മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല ആരെ. കുറെ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നല്ലോ പുറത്ത്. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ നല്ല നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പം ഞാനപ്പോൾ പറയും ചെയ്തു, നീ എന്തിനാണ് പുറത്തെ കാര്യങ്ങൾ വെച്ചല്ലേ സംസാരിച്ചു? അക്ബർ അതിന് ക്ഷമയും പറഞ്ഞു എൻ്റെ അടുത്ത്. കാരണം ഒരാഴ്ച പിന്നിട്ടാ 2 ആഴ്ച പിന്നിട്ടാലേ നമുക്ക് എന്തെങ്കിലും ഒരു വഴക്കാണേലും വഴക്ക്, പിണക്കമാണെങ്കിൽ പിണക്കം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് ഫ്രണ്ട്ഷിപ്പ് വരത്തുള്ളൂ. ഇത് പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്? ശരിക്കും ആ ഒരു വിഷമം നിൽക്കുന്നതുകൊണ്ടാണോ ഇപ്പൊ ക്ഷമിക്കാൻ കുറെ ശ്രമം നടത്തിയിട്ടും ക്ഷമിക്കാൻ തയ്യാറാവാതിരുന്നത്? നല്ലതായിട്ട് വിഷമം ഉണ്ടായിരുന്നു. അതും മനഃപൂർവ്വം സത്യം പറഞ്ഞാൽ ലാലേട്ടനെ പോലെ ഒരു വലിയൊരു മനുഷ്യൻ പറഞ്ഞു ക്ഷമിക്കണം. അതായത് ഒരുപാട് അക്ബർ പാട്ടൊക്കെ പാടി. അപ്പൊ രേണുസുധി ക്ഷമിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഒരൊറ്റ വാക്കിലാണ് എനിക്ക് അന്നേരമാണ് ക്ഷമ. ഏട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞത് സത്യമാണ്. അതുവരെ ആ ഒരു
കാരണം പിന്നെ എനിക്ക് ആ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ വന്നത് അത്രയും എൻ്റെ മൂത്ത മോൻ കിച്ചുവിന് 20 വയസ്സില്ല, അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണത്തില്ലേ, അപ്പോൾ അവരെന്തോർക്കും എന്നൊക്കെ ഉള്ള മനസ്സിൽ ഇങ്ങനെ വന്നായിരുന്നു ആ ചിന്തകൾ. എനിക്ക് അതൊക്കെയാണ് എനിക്ക് വല്ലാതെ. നമ്മൾ ബിഗ് ബോസിലേക്ക് എൻട്രി ഉണ്ട്, വന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസം നിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരും. ഈ ദിവസങ്ങൾക്കുള്ളിൽ നമ്മളവിടെ നിൽക്കുന്നത് ഒരു മത്സരാർത്ഥിയായിട്ടും കണ്ടസ്റ്റൻ്റ് ആയിട്ടും ഒരു ഗെയിമറൊക്കെ ആയിട്ടല്ലേ. അപ്പം നമ്മൾ അങ്ങോട്ട് പരാമർശിക്കുന്നുണ്ടാവും, നമ്മൾ വിളിക്കുന്നുണ്ടാവും, തിരിച്ച് നമ്മൾ കേൾക്കേണ്ടി വരും. ഇതിനപ്പുറത്തേക്ക് അത് വ്യക്തിപരമായിട്ട് എടുക്കേണ്ടതുണ്ട്. അത് ഒരു ഗെയിമിൻ്റെ പാറ്റേൺ ആയിട്ടും അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും എടുത്താൽ പോരെ? വ്യക്തിപരമായിട്ട് എടുക്കുന്ന പലരും കാണും അതിൽ. ഞാൻ വ്യക്തിപരമായിട്ട് എടുത്തതല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല ഫീൽ ചെയ്തെന്ന്. അത് ആദ്യത്തെ ദിവസം, ഈ രണ്ടാമത്തെ കിടന്നുറങ്ങി പിറ്റേ ദിവസം, രണ്ടാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം ആയതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത്ര ഫീൽ ചെയ്യത്തില്ലായിരുന്നു. എങ്കിൽ പോലും എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പരാമർശങ്ങൾ വന്ന് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആള് വൈൽഡ് കാർഡിൽ വന്നിട്ട് മസ്താനിയും എന്നുള്ള രീതിയിലേക്ക് ഇതേപോലെ പരാമർശം ഉണ്ടായപ്പോൾ വിഷമം തന്നെയല്ലേ പറഞ്ഞത്. പുള്ളിക്കാരി വന്ന് അന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെയും അത് വരുമ്പോൾ എന്തുകൊണ്ടാണ്? അത് പുറത്തുനിന്ന് വന്ന ഒരാളായതുകൊണ്ടാണോ അതോ? ഒരിക്കലുമല്ല. മസ്താനിയെ സംബന്ധിച്ച് മസ്താനി പുറത്തുനിന്ന് തന്നെ ഇന്റർവ്യൂ എടുത്തിട്ട് പോയ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അത് തന്നെയല്ല, ഏവിയേഷന്റെ കാര്യം, ഞാൻ ഏവിയേഷൻ പഠിച്ച കാര്യങ്ങളൊക്കെ മസ്താനി അടുത്ത് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ട്, മസ്താനി അടുത്ത് മാത്രമല്ല പല ആങ്കേഴ്സിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അപ്പം ഇവിടെ ആ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏവിയേഷൻ പഠിച്ചില്ല, കള്ളത്തരമാണെന്നൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കും. അതല്ലേ ആ മസ്താനി പറഞ്ഞു. നമുക്ക് അതിനകത്ത് ചെന്നുമ്പോൾ പുറത്ത് ഒരു കാര്യങ്ങളും അറിയത്തില്ല. അപ്പം അതെടുത്തിട്ടാണ് മസ്താനി ആദ്യം പറഞ്ഞത്. ആദ്യം അതല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യമല്ല പറഞ്ഞത്, എൻ്റെ മക്കളുടെ അച്ഛനെ പറ്റി ഞാൻ അക്ബറുമായിട്ട് ഞങ്ങൾ രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ നിലത്തിരിക്കുന്ന അക്ബറിൻ്റെ അടുത്ത്, അതായത് ഷാനവാസിക്കയുടെ ഒരു പ്രശ്നം, അച്ഛനെ വിളിച്ച പ്രശ്നം അക്ബർക്ക്. അപ്പം ഞാൻ ഈ നിലത്തിരുന്നുകൊണ്ട് അക്ബറിനോടാണ് പറഞ്ഞത്. മസ്താനി ഈ സൈഡിൽ ഇരിപ്പുണ്ട്. അക്ബറെ, എൻ്റെ മക്കൾക്കോ അച്ഛനില്ലാന്ന് പറഞ്ഞ ഉടനെ മസ്താനിയോട് വിധവാ കാർഡ് എടുക്കരുതെന്ന്. ഞാൻ അക്ബറിനോടാണ് സംസാരിച്ചത്. അപ്പോഴാണ് മസ്താനി വിധവാ കാർഡ് എന്ന് പറഞ്ഞ കാർഡ് ഞാൻ എടുത്തില്ല, എൻ്റെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞാൽ അത് വിധവാ കാർഡാകും. ആ സമയത്ത് എടാ എൻ്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞാൽ അത് വിധവാ കാർഡ്. അത് ഓൾറെഡി വിധവാ കാർഡ് അതിന് മുമ്പ് എടുത്തിരുന്നല്ലോ. ആ സമയത്ത് എടുത്തില്ലല്ലോ. മുമ്പ് അങ്ങനെ എടുത്ത ഒരു സംഭവത്തിനെ കണക്ട് അങ്ങനെ പറയണം, അങ്ങനെ പറയണം. ഇവിടെ എൻ്റെ മക്കളുടെ അച്ഛന്റെ കാര്യം പറയുന്നതിന് വിധവാ കാർഡ് എന്തിനാ എടുക്കുന്നത് പറയുന്നത്? എന്റെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞാൽ ഓക്കെ, മസ്താനി വിധവാ കാർഡ്, ആ ശരിയാ, അപ്പൊ ശരിയാ, ഞാൻ വിധവാ കാർഡ് എടുത്തത്. ശരിക്കും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാൻ ഒരു വിധവയാണ് അല്ലെങ്കിൽ ഭർത്താവ് സ്ത്രീയാണ്, എനിക്ക് അതിന്റെ പേരിൽ എനിക്ക് സപ്പോർട്ടുകളും വോട്ടുകളും വരണം, അങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഉദ്ദേശമില്ല. ഇപ്പോഴും അവർക്കൊക്കെ, കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വിധവകളായിട്ടുള്ള സ്ത്രീകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ചേച്ചി ഞങ്ങളുടെയൊക്കെ ശബ്ദമാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പലപ്പോഴും മെസ്സേജുകളിലൂടെയും കോളുകളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ആ ഒരു ഇതൊക്കെ കിടക്കുന്നത്. ശരി, എല്ലാ അവർക്കൊക്കെ ഒരുപാട് അവരങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി സമൂഹത്തിൽ നിന്ന് ഒരുപാട് വേദനകൾ അനുഭവിക്കുമ്പോൾ പോലും, കുറ്റപ്പെടുത്തുകൾ നേരിടുമ്പോൾ പോലും, ചേച്ചി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെയാണ്, ഞങ്ങളുടെ ഭർത്താവ് ഒന്നും സുചേട്ടനെ പോലെ അല്ലെങ്കിൽ 4 പേര് അറിയപ്പെടുന്ന ഒരാളല്ലെങ്കിൽ പോലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ചേച്ചി കൂളായിട്ട് നിന്ന് സംസാരിക്കുന്നു, ചേച്ചി അഭിനയിക്കുന്നു, ചേച്ചിയുടെ ഇഷ്ടം ചെയ്യുന്നു. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയും കൂടെയുള്ള ശബ്ദമാണ് ചേച്ചി സംസാരിക്കുന്നത്. ആ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും. ശരിക്കും അങ്ങനെ പരാമർശം രേണുസുതിയോട് ഡീൽ ചെയ്ത് ഭയങ്കര സ്മൂത്ത് ആയിട്ടായിരുന്നു. ഒരു പാട്ടൊക്കെ ഇറക്കിയിട്ടായിരുന്നു. ഇത് നിമിഷകവിയാണോ? സ്കൂളിൽ പണ്ടൊക്കെ സ്പോട്ടിൽ പാട്ട് എഴുതുമായിരുന്നു. കാരണം ഞാൻ ആ വീഡിയോ എന്നുള്ള രീതിയിലേക്ക് കാണിക്കാം. ഇത് പെട്ടെന്ന് വന്നതായിരുന്നു പാട്ട്. എങ്ങനെയായിരുന്നു പാട്ട്? അതായത് മസ്താനി പറഞ്ഞു 78 സത്യമാണ്, ഞാൻ ക്യാമറയും പറഞ്ഞു തന്നെയാണ് നടന്നത്. ഞാൻ ചെന്ന് ഒരു സ്ഥലത്ത് കിടക്കും, മാറും. അതാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഞാൻ വാ തുറക്കുന്നത് എന്തായാലും അത് വിഷയമാകുമെന്നറിയാം. അപ്പം എന്നെ സംബന്ധിച്ച് അപ്പം മസ്താനി പറഞ്ഞു 78 ക്യാമറയിൽ ഒരു കണ്ടന്റും കണ്ടില്ലല്ലോ രേണുവിന്റെ ഒരു കണ്ടന്റും കണ്ടില്ല. അപ്പം അപ്പോഴാണ് ഞാൻ പറഞ്ഞത് മസ്താനി കണ്ടിട്ടില്ല. പാട്ട് അത് മറന്നുപോയി. കാണിക്കരുതേ ബിഗ് ബോസ്, കാണിക്കരുതേ ബിഗ് ബോസ്, മസ്താനി കണ്ടിട്ടില്ല, എൻ്റെ മുന്നേ മസ്താനി കണ്ടിട്ടില്ല, അങ്ങനെ കൊട്ടും കൂടെ ഉണ്ടായിരുന്നു. അതാ ഡാൻസും കളിച്ചത്. കൊട്ടും എങ്ങനെ വന്ന് കറക്റ്റ് അവന്മാര് കൊട്ടി, അപ്പാനിയൊക്കെ ആയിരുന്നു ആ വരികളും സ്പോട്ടില്. അതെ അതെ, അപ്പൊ തന്നെ ഉണ്ടാക്കിയ വരികൾ. ക്യാമറ ഉണ്ടായിരുന്നു, ഇവിടെ തിരിഞ്ഞിരിക്കുവായിരുന്നു, അങ്ങോട്ട് ഞങ്ങൾ ഡാൻസ് കളിച്ചു. ഈ അക്ബർ ഇടയ്ക്കിടയ്ക്ക് അവിടെ പാട്ടൊക്കെ എഴുതി പാടിയിരുന്നു. അതിന്റെ ഒപ്പം പാട്ടൊക്കെ എഴുതി പാടാൻ തോന്നിയോ? പാടുകയും ചേർത്ത് ഡാൻസ് കളിക്കുമായിരുന്നു എല്ലപ്പോഴും. നെവിൻ മറ്റേ ഇതായപ്പം, സ്വേച്ഛാധിപതി ആയപ്പം എന്നെ ആസ്ഥാന നർത്തകയാക്കിയായിരുന്നു. അങ്ങനെ ഡാൻസ് കളിച്ചായിരുന്നു. ഈ ഇത്രയും ദിവസം നിൽക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എപ്പോഴും 100 ദിവസം നിൽക്കുക, അല്ലെങ്കിൽ ടോപ്പ് 5 ആവുക, ടോപ്പ് 3 ആവുക, അവസാനം കപ്പെടുക്കുക, ഇതൊക്കെ ആയിരിക്കും എല്ലാവരും ലക്ഷ്യം. രേണുസുതിയുടെ ലക്ഷ്യം എന്താ? എന്റെ ലക്ഷ്യം അതൊന്നും അല്ല. ഞാൻ പോയപ്പോഴേ പറഞ്ഞിട്ടാ പോയത്. എന്നെ നെഗറ്റീവ് കുറെ പേര് പറഞ്ഞു.
അവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ലാലേട്ടൻ വിളിച്ച് ആ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറ്റണം. ഓക്കെ, ഒരു ദിവസമെങ്കിലും എനിക്ക് അവിടെ നിൽക്കണം. അതാണ് ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നത്. അതെന്തായാലും ഒരു ദിവസം എന്നാലും 35 ദിവസം എന്തായാലും എങ്ങനെയോ നിന്നു ഞാൻ. ഈ ഇങ്ങനെ ഇപ്പോൾ ഒരു ദിവസം ആയാലും മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത്രയും വലിയൊരു കിട്ടുന്നൊരു അവസരമാണ്. ഈ അവസരത്തിനായി കാത്തു നിൽക്കുന്നവരും ശ്രമിക്കുന്നവർക്ക് ഒരുപാട് പേരുണ്ട് അല്ലേ? മാക്സിമം ദിവസം നിൽക്കുക, ഗെയിം കൊടുക്കുക. എനിക്കൊരു ദിവസം എന്നാലും ഞാൻ പിറ്റേ ദിവസം ഇറങ്ങി പോകാൻ തയ്യാറാവുക എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുന്ന ബാക്കിയുള്ളവരുടെ അവസരം കൂടിയല്ല. അതൊരിക്കലും ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം വേറെ എൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 6 ഇപ്പം 7ാമത്തെ സീസണാണല്ലോ. ഇതിന് മുന്നത്തെ സീസൺ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ പോലെ 35 ദിവസത്തിന് മുന്നേ അത്രയും പോലും ദിവസം നിൽക്കാത്തവരും നിന്നവരും ഓരോ പ്രശ്നങ്ങൾ അവർക്ക് മാനസികമായിട്ട് പ്രശ്നം അസുഖം വന്നിട്ടൊക്കെ അവർ എവിക്റ്റായി പോയിട്ടുണ്ടല്ലോ. തലകറങ്ങി വീണിട്ടുണ്ട്. അത് വയ്യാതെ അസുഖങ്ങൾ വന്നിട്ട് പോകുന്നുണ്ട്. ചിലവര് വോട്ട് കുറഞ്ഞിട്ട് എവിക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഞാനായിട്ട് തന്നെ പോവാ എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് 2 തരത്തിൽ അസുഖം പിടിപ്പെടാം. ഒന്ന് മനസ്സിന് അസുഖം പിടിപ്പെടാം, ഒന്ന് പുറമേ. എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മൈൻഡാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. നല്ല ബുദ്ധിമുട്ടായിരുന്നു. മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി അവിടെ. എന്താ റീസൺ? പുറലോകമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണോ അതോ മത്സരാർത്ഥികളുടെ ഇതോ? ഒരിക്കലും മത്സരാർത്ഥികളുമായിട്ട് ഒരു പ്രശ്നം എനിക്കില്ല. ഇനിയും വന്നാൽ പോലും എനിക്ക് ആ വിഷയമല്ല. എനിക്ക് എൻ്റെ മൈൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ യാത്ര ചെയ്ത് ആൾക്കാരെ കണ്ട് ഉള്ള കാര്യം പറയാം, യാത്ര ചെയ്ത് അലച്ചിലാണെങ്കിൽ അലച്ചില്, അതൊക്കെയാണ് ഞാൻ മൈൻഡ് സെറ്റ് ആക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ ഫ്രണ്ട്സിനെ കണ്ട് മക്കളെ കണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ആ ഒരു മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി. ടോട്ടലി ഞാൻ ആകെപ്പാടെ പ്രശ്നമായിപ്പോയി മൈൻഡ്. അതായത് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിക്കാം. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? പിന്നെ ഇപ്പം പുറമേ നിന്ന് ഒരുപാട് പേര്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി പേര് എന്നെ കണ്ടു, എന്ത് വോട്ട് ചെയ്തിരണോ, ഞാൻ ഒന്നും നിൽക്കാൻ മേലായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെ പറഞ്ഞിട്ട് കാര്യം, നിങ്ങൾ ഒരു ദിവസം നിന്ന് നോക്ക്, നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോഴേ നമുക്ക് അറിഞ്ഞിട്ട് തന്നെയല്ലേ ബുദ്ധിമുട്ടുണ്ടാവും, അറിഞ്ഞിട്ട് തന്നെയല്ലേ അങ്ങോട്ട് പോകുന്നത്. അതെങ്ങനെ അറിയുന്നത്? ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകും. ഞാൻ ആരോടും കണ്ടസ്റ്റന്റ് സംസാരിച്ചു അല്ലെങ്കിൽ അവിടെ ഇത്രത്തോളം പുറലോകം അറിയില്ല, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ആളുകളെ കാണാൻ പറ്റില്ല, അറിയാലോ. അറിയാം. പക്ഷേ എങ്കിൽ പോലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹം. നമ്മളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത് വരുന്നോന്ന് ചോദിക്കാൻ നമുക്ക് ഓക്കെ. കാരണം അവർ നമ്മളോട് ചോദിച്ചായിരുന്നു, ഇന്റർവ്യൂവിന് ചോദിച്ചായിരുന്നു, എന്താണ് നിങ്ങളുടെ പൈസയാണോ ഫെയിം ആണോ എക്സ്പീരിയൻസ് ആണോ? ഞാൻ അവിടെയും പറഞ്ഞത് എനിക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ആ ഒരു ഹൗസ്. അങ്ങനെ പറഞ്ഞു. അതിപ്പോ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. രേണുസുയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ടൂർ പോക്കായിരുന്നു. ടൂർ പോയതാണ് തന്നെ പറയാം, നമുക്ക് കാണാൻ പോയതാണെന്ന് തന്നെ പറയാം, അങ്ങനെ തന്നെ പറയാം. കാരണം എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതാണ്. നമ്മൾ മത്സരിക്കാനോ ഗെയിമിന്റെ ഭാഗമായിട്ട് പോയതല്ല. ഗെയിം എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കൽ ടാസ്ക് എനിക്ക് നല്ല വീക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ശരിക്കും ഈ ഫിസിക്കൽ ടാസ്ക് പറ്റില്ല എന്ന് പറയുന്നു. അവിടെ 2 രീതിയിലേക്കാണ്. നമ്മൾ ഒന്നില്ലെങ്കിൽ സംസാരിക്കും, അല്ലെങ്കിൽ ഫിസിക്കൽ ടാസ്ക് ഗെയിമിന്റെ ഭാഗമായിട്ടും ചെയ്യുന്നു. അത് ബുദ്ധിമുട്ടാണ്, സംസാരിക്കലും വരുന്നില്ല. ഇപ്പോൾ ഇത്രയും ക്യാമറകൾ കാര്യങ്ങളുണ്ട്, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി കോണ്ടന്റുകൾ അവിടെ ആളുകൾ ഇടാൻ നോക്കും, അവിടെയും കാണുന്നില്ല. അപ്പോൾ ശരിക്കും ബിഗ് ബോസിൽ പോയത് ബിഗ് ബോസിന്റെ അകത്തിരുന്നിട്ട് ബിഗ് ബോസ് കാണാൻ പോയതാണോ? അങ്ങനെ പറയാം, ചിലപ്പോൾ അങ്ങനെ പറയാം. കാരണം സംസാരിക്കേണ്ട ഒരു ഡിബേറ്റ് സംഭവമൊക്കെ വന്നപ്പോൾ ഞാൻ സംസാരിച്ചു. അതാ പറഞ്ഞേ, ചില കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ, നമുക്കൊരു കുറി വരുമ്പോഴേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയായിപ്പോൾ എൻ്റെ അവിടെ. എല്ലാവരും ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഇത് വരണം. 1-2 പ്രാവശ്യം നമ്മുടെ ഇത് വന്നപ്പോൾ സംസാരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതുണ്ട്, മത്സരം ഉണ്ടായിരുന്നു, ഡിബേറ്റ്. അപ്പോൾ അത് സംസാരിക്കേണ്ട സ്ഥലത്ത് ഞാൻ സംസാരിച്ചു. ഇത് ശരിക്കും എക്സ്പീരിയൻസ് ഉണ്ട്. ബാക്കി എല്ലാവരും ടി വിയിൽ കാണുന്നു, ഞാൻ ലൈവായിട്ട് ബിഗ് ബോസ് ബാക്കിയുള്ള കളിക്കത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. രസമല്ലേ അത്? അത് വലിയൊരു ഭാഗ്യമല്ലേ, ലൈവായിട്ട് ബിഗ് ബോസ് കാണുക എന്ന് പറഞ്ഞാൽ. എല്ലാവരും കളിക്കുന്നതൊക്കെ കാണും, അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നേരിട്ട് ബിഗ് ബോസിൽ പോയി ബിഗ് ബോസ് കണ്ട ആളെന്നുള്ളൊരു അല്ലേ ഇതുകൂടി കിട്ടി. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് ആളുകൾ വരുന്നു. അതുപോലെ തന്നെ എന്നെ പറഞ്ഞപ്പോൾ ഒരുപാട് വിധവകളായിട്ടുള്ള അല്ലെ അമ്മമാരുണ്ട്, അവരൊക്കെ ബാധിക്കുന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ശരിക്കും ഞാനൊരു വിധവയാണ് എന്നുള്ള രീതിയിലേക്ക് അവിടെ പോയിട്ട് ഇതുപോലെ അച്ഛന്മാരില്ലാത്ത, ഭർത്താക്കന്മാരില്ലാത്ത മക്കളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുക, എന്താ പറയുക, അവിടെ നിൽക്കുക, ഒരു ദിവസമെങ്കിലും നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു എനിക്ക്. അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട നമുക്കൊരു അവസരം. നമ്മൾ വെറുതെ സംസാരിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ വെറുതെ അങ്ങോട്ട് സംസാരിച്ച് ആരെങ്കിലും കേൾക്കാൻ വേണ്ടേ? കേൾക്കുന്നുണ്ടല്ലോ, ഇത്രയും ക്യാമറ, ഇത്രയും മൈക്കുകളുണ്ട്, ഇത്രയും ആളുകൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. മത്സരാർത്ഥികളെന്ന് എല്ലാத்தைയും സംസാരിക്കുന്നു. ഞാൻ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. കാരണം ആ സമയത്താണ് ഒരുപാട്, ഞങ്ങൾ ചെല്ലുന്ന സമയത്താണ് ഒരുപാട് പുറത്തു നിന്നുള്ള, അതായത് പെൺകുട്ടികളെ ഈ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നം വന്നു. അതിനെപ്പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഔട്ട് വന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നോക്കിയോ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് പേര്. പിന്നെ ഒരുപാട് ഇപ്പൊ ആദിലോടാണ്, നൂറയോടാണേലും വേറെ ആരാ, അനുമോളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി.
നമ്മൾ എന്താ പറയുക ബിൻസിയോട് സംസാരിച്ചിട്ടുണ്ട് ആദ്യത്തെ ആഴ്ചയിലൊക്കെ. ഇതൊക്കെ ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളാണ്, സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരോട് സംസാരിച്ച എന്തായിരുന്നു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അതായത് ഇപ്പൊ ഈ ഒരുപാട് സ്ത്രീധനത്തിന്റെ പേരിൽ കൊലപാതകമൊക്കെ നടക്കുന്നില്ലേ, ആത്മഹത്യ നടക്കുന്നുണ്ട്. അപ്പം എന്തിനാണ് അത്രയും നേരം, അതായത് ഈ കല്യാണം കഴിച്ച് പോകും നമ്മൾ, കല്യാണം കഴിച്ച് പോയിട്ട് ഒരുപാട് പേരില്ല, ഇപ്പം വിസ്മയെ പോലെ ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ കല്യാണം കഴിച്ച് പോയിട്ട് ഇവരുടെ ഈ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവം നമുക്ക്, അതായത് നെഗറ്റീവ് ആകുമ്പോൾ തന്നെ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നമ്മളോട് നെഗറ്റീവ് ആകുമ്പോൾ തന്നെ നമ്മൾ അത് എങ്ങനെയെങ്കിലും വീട്ടുകാരെ അറിയിക്കണം. ഞാൻ സംസാരിച്ച വിഷയമാണ് അവിടെ. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവൻ പോകുന്ന അവസ്ഥ വരെ എത്തിക്കരുത്. എല്ലാവരുടെയും ജീവൻ വിലയുള്ളതാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ അവർ പേടിച്ചിട്ടായിരിക്കും പഠിച്ചത്. ഞാൻ പറയുന്നത് അങ്ങനെ ആരെ പേടിക്കാതെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഈ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന്, ഈ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ കാര്യം, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ഈ ഒരു എന്താ പറയുക, ഈ പ്രശ്നങ്ങൾ നടന്നതിൻ്റെ പേരിൽ ഞാൻ പറയാണ്, അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയുണ്ടെങ്കിൽ അറിയിക്കേണ്ടവരെ അറിയിക്കുക പെൺകുട്ടികൾ. അതായത് എന്തും കൊണ്ട്, ഇടിയും തൊഴിയും കൊണ്ട് ഒരിക്കലും മിണ്ടാതെ അവിടെ പോകരുത് തന്നെയാണ് ഞാൻ അവിടെ, അതാണ് ഞാൻ സംസാരിച്ച വിഷയം. ഞാനും ബിൻസിയൊക്കെ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങൾ. ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായ ഒരാൾ മാക്സിമം ദിവസം നിൽക്കണം എന്നല്ല ആഗ്രഹിക്കണ്ടേ? അത്രയും ദിവസം അവർക്ക് വേണ്ടി സംസാരിക്കാമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആകെപ്പാടെ പിന്നെ അങ്ങോട്ട് ഇനിയും കൂടെ നിന്നിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ എന്നെ തന്നെ മറന്നുപോയി. നമുക്ക് എന്തെങ്കിലും പറയാൻ വിഷമമുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്യാമറയിൽ പറയും, ബിഗ് ബോസിനോട് പറയും, കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് പറയും. പക്ഷേ രേണുസുതി പറഞ്ഞത് വേറെ ആളോടായിരുന്നു. ആരോടായിരുന്നു അറിയില്ല. ആരോടെങ്കിലും നോക്കി പറഞ്ഞായിരുന്നോ വിഷമങ്ങൾ എന്തെങ്കിലും? ബിഗ് ബോസിനോട് സംസാരിച്ചു. അല്ല, ആളെ ഞാൻ കയ്യിൽ തരട്ടെ. അതാരാ? ബിഗ് ബോസ് റൂം ഉണ്ട്, ഇത്രയൊക്കെ ഉണ്ടായിട്ടും രേണുസുതി പരാതി പറഞ്ഞു, വിഷമം പറഞ്ഞ ഒരാളോടാണ്. ആളെ എന്റെ കയ്യിലുണ്ട്, ആളെ ഞാൻ കൊടുക്കട്ടെ. ഇതിന് പക്ഷെ കണ്ണുണ്ടല്ലോ. എന്തായിരുന്നു ആ ഡയലോഗ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ? എങ്ങനെയായിരുന്നു ഒന്ന് പറയാ, പറഞ്ഞ വിഷമം പോലെ. അത് രാവിലെ അത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു കണ്ണടച്ച് കിടക്കുന്ന പ്രശ്നം അനീഷുമായിട്ട് വന്നത്. അതെങ്ങനെയായിരുന്നു സംഭവം? അത് ഞാൻ മേക്കപ്പ് റൂമിൽ ചെന്ന് സങ്കടം കരയുക. കാരണം എനിക്ക് രാവിലെ ബിസ്ക്കറ്റ് വേണം, അതൊന്നും കിട്ടുന്നില്ലല്ലോ ബിസ്ക്കറ്റ്. അപ്പൊ കരഞ്ഞപ്പത്തേക്ക് തത്തമ്മ എവിടെ ഇരിപ്പുണ്ട്. എന്റെ തത്തമ്മ ഇതിനോട് എന്നാ പറയാ, ഇതിന് കണ്ണും ഇല്ല. അതെങ്ങനെയായിരുന്നു? സീരിയസ് ആയി പറഞ്ഞ് പെട്ടെന്ന് ഒരു ഇതിലോട്ട് മാറുന്നുണ്ട്. എങ്ങനെയായിരുന്നു? ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് പറയുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയായിരുന്നു? അതെങ്ങനെയാ ഞാൻ പറഞ്ഞത് എനിക്ക് വന്നു കഴിഞ്ഞിട്ട് എന്റെ തത്തമ്മേ, ഞാൻ കാണിക്കാം. ഇവിടെ ഒരു മനുഷ്യൻ ഇല്ല. അപ്പൊ എന്താ എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? അതുപോലെ ഒരു മനുഷ്യരും ഇല്ലല്ലോ കാര്യം. എന്റെ തത്തമ്മേ ഞാൻ കണ്ണുമില്ല, കുണ്ണും ഇല്ലെന്നാണ് പറഞ്ഞത്. കുണ്ണും എന്നാണ് പറഞ്ഞത്, കണ്ണുമില്ല കുണ്ണുമില്ല ഇല്ല എന്നുള്ള സാധനം ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, കണ്ണും ഇല്ല കുണ്ണും ഇല്ല. തെറിയല്ല. അല്ല 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 അല്ല. അപ്പൊ അവസാനം വിഷമം പറയാനുള്ള ഒരാളാണ് പറയുന്ന ആൾക്ക്. പക്ഷെ ഈ വിഷമം പറയാൻ ചെവി പോരെ കേൾക്കാം അല്ലേ? എന്നാലും നോക്കി പറയണ്ടേ? അതെ, മുഖത്ത് നോക്കാൻ വേണ്ടിട്ട് അല്ലേ? ഉണ്ട്. രേണുസുതിക്ക് അവിടെ വിഷമം പറയാൻ ഉള്ള കണ്ടസ്റ്റന്റ് ആരായിരുന്നു? ശാരിക ഉണ്ടായിരുന്നു. അത് പിന്നെ മൂന്നാമത്തെ ആഴ്ച അവളെ എവിക്റ്റ് ആയി പോയി. ഈ പുറമെ ഇന്റർവ്യൂവിൽ എത്ര വിവാദം ഉണ്ടായിട്ട് കടിച്ചു കയറി പോയാൽ അവിടെ എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയി പോയി? അറിയില്ല. ആള് ഞാൻ നോക്കിയപ്പോ ട്രെയിനൊക്കെ ഓടിച്ചിട്ട് പിള്ളേരുടെ കൂടെ അപ്പൊ ഭയങ്കര ആൾക്ക് ഭയങ്കര മനസ്സ് ചെറിയ മനസ്സാന്ന് മനസ്സിലായി. അതായത് കൊച്ചു പിള്ളേരുടെ മനസ്സാന്ന് മനസ്സിലായി. ഈ പുറത്ത് കാണുന്ന പോലെ വിറപ്പിക്കാൻ പോയവരൊക്കെയാണ് ഞങ്ങള്. അത് അഭിലാഷ് അവരോട് പറഞ്ഞു. എങ്ങനെയാ ശാരീരിക തോന്നണ? മറ്റേ ഊതി വീർപ്പിച്ച് ബലൂണാന്ന് തോന്നിയോ? അത് ഐ മീൻ ആളുടെ ഒരു ശൈലികളും കാര്യങ്ങളും അതിനപ്പുറത്തേക്ക് ആളൊരു പാവാണ്. ശാരിക ഞാനും ഒക്കെ ബിഗ് ബോസിന് പുറത്താണ് സംസാരിക്കാനൊക്കെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ടൈപ്പാന്ന് തോന്നുന്നു. പക്ഷെ അതിനകത്ത് കയറിയപ്പം പക്ഷെ ശാരിക സംസാരിക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കേണ്ട സ്ഥാനത്ത് ഇത് പറഞ്ഞ പോലെ ശാരിക തന്നെയാണ്. പിന്നെ നൂറയോടും ആദിലോടും എന്റെ വിഷമങ്ങളൊക്കെ പിള്ളേരെ കാണുന്ന കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അവര് നല്ല ആശ്വസിപ്പിക്കായിരുന്നു. ഓക്കെ, ഈ കാണുന്ന ഗൗരവം മാറിയിട്ട് എവിടെ ഒരു പാവത്താൻ ആയി ക്യാരക്ടർ അല്ലേ? എനിക്കത് എന്തായാലും സന്തോഷമേ ഉള്ളൂ. കാരണം കുറെ പേര് അഹങ്കാരിയാണ്, ബറ്റോളാണ്, ബർച്ചോളാണെന്നൊക്കെ എന്നെ പറഞ്ഞത് അതൊക്കെ മാറ്റി പറയാൻ പറ്റില്ല കുറച്ചെങ്കിലും. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഉണ്ട്. വന്നു ആദ്യത്തെ ഒരു വിവാദം ഉണ്ടായി, വിഷയം ഉണ്ടായി, പരാമർശം അക്ബറിന്റെ സൈഡിൽ നിന്ന് വന്ന് ഇവർ മോശം വാക്ക് ഉപയോഗിച്ചു. ഈ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള പരാമർശം പുറത്തും അത്രത്തോളം വിവാദമായി മാറ്റി. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇപ്പം നൂറ് ആദിലാണെന്നുണ്ടെങ്കിലും ഈ അപ്പി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് സംഭവം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ശരിക്കും എന്തുകൊണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ അത് കുറെ കൂടി വിവാദമായി തോന്നുന്നു. അതേപോലെ തന്നെ ഒരു മോശം വാക്ക് തന്നെയാണ് അതും പരാമർശം അല്ലേ? ഞാനല്ലല്ലോ വിവാദം. അല്ല അല്ല അല്ല
അപ്പൊ എന്ത് തോന്നുന്നു, അതിനെതിരെ പ്രതികരിക്കണം തോന്നിയോ അങ്ങനെ വാക്ക് ഉപയോഗിച്ചത്? ഇപ്പൊ എന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതികരിച്ചു, അത് ഞാൻ സംസാരിച്ചത് തെറ്റായിപ്പോന്ന് അവർക്ക് തന്നെ മനസ്സിലായിരുന്നു. അവരറിയാതെ അവരുമായിട്ട് ആദ്യ സമയം തന്നെ അനീഷ് ഉടക്കിയായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലാണ് അവർ സംസാരിച്ചത്. അക്ബർ ഞാൻ തമ്മിൽ ഒരു ഉടക്കം ഇല്ലായിരുന്നു. ഈ അക്ബർ പിന്നെ ക്ഷമ ചോദിക്കാൻ എന്താ തയ്യാറാവാൻ കാരണം? അപ്പാനി ശരത്ത് പറഞ്ഞടാ തെറ്റായി, അപ്പാനിയോടെല്ലാം സംസാരിക്കുമായിരുന്നു. അപ്പാനി എന്നോട് പറഞ്ഞടാ നീ എന്താ ക്ഷമ പറയാം അവരോട്, തെറ്റായിപ്പോ ക്ഷമ പറയാം. അപ്പം എല്ലാം അപ്പാനി തന്നെയാണ് പറയുന്നത്. അക്ബർ രാത്രി ചെന്നത് എടാ ഞാൻ അങ്ങനെ പറഞ്ഞ തെറ്റായോ എന്തോ ഒരു അങ്ങനെയാണ് അക്ബർ വന്ന് ക്ഷമ ചോദിക്കുന്നത്. അല്ല അതോ ഏതെങ്കിലും കാര്യത്തിൽ പുറത്ത് കാര്യങ്ങൾ അകത്തുള്ളവർ അറിയുന്നു തോന്നുന്നുണ്ടോ? ഉണ്ടോ? പുറമത്തെ ആദ്യം വന്ന വീഡിയോ ഏതാണെന്ന് തോന്നണേ കുറച്ച് വൈറലായിട്ടുള്ളത്? ഏതായിരിക്കും? സെപ്റ്റിക് ടാങ്ക് ആയിരിക്കും. ആണ്. പിന്നെ ഏതായിരിക്കും കുറച്ച് ഫണ്ണായിട്ടും കൂടി വന്നിട്ടുണ്ടാവും? മസ്താനിയുടെ പാട്ടായിരിക്കും. ആണ്. അതിന് മുമ്പ് എന്തായിരുന്നു ആ സംഭവം ശരിക്കും? അത് സത്യമാണ്. ഈ തത്തമ്മയുടെ വിഷയം കഴിഞ്ഞ് നേരെ പോയ ബീൻബാഗിലങ്ങ് കിടക്കുമായിരുന്നു. അപ്പൊ ഉറങ്ങിയില്ല. അതല്ലേ പറഞ്ഞേ അപ്പൊ ഈ അനീഷ് ഇങ്ങനെ നടക്കുവോ, ഇങ്ങനെ കൈയും കെട്ടി നടക്കുവോ. അപ്പം 3 കല്ലുണ്ട് എൻ്റെ കയ്യിൽ. ആര്യന് കിട്ടിയ മറ്റേ റെഡ് കല്ല് എങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അത് നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് അവൻ അവിടെ നോക്കുമ്പോൾ ഞാൻ ഉറങ്ങുന്നതാണ് കാണുന്നത്. കണ്ണ് താന്നിരിക്കുവല്ലേ, അതാണ് സംഭവം. കണ്ടടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ടടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. തനിക്ക് എന്നാസോ എനിക്ക് അപ്പൊ രാവിലത്തെ ആ പ്രശ്നമല്ലേ, അവിടെ നിന്ന് കരഞ്ഞിട്ട് വരുമോ, തനിക്ക് എന്നാസോക്കേടാടോ എന്ന് പറഞ്ഞാൽ എഴുതേക്കുമായിരുന്നു. പക്ഷെ അതെന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അല്ലേ? കണ്ണടച്ചെടുക്കാൻ അവൻ അതന്നെ പറയും. അവൻ എന്ത് കാര്യം വന്നാലും ആവർത്തിച്ച് പറയും. അത് അവന്റെ ഒരു പ്ലാനാണ്, ഗെയിം പ്ലാൻ ആണ്. സൂപ്പർ ഗെയിമറാണ് കേട്ടോ. ഞാൻ കണ്ടത് വെച്ച് നല്ല ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ അവിടെ? അനീഷാണ്. ഭയങ്കര ഒരു കോമണർ ആയിട്ട് വന്നിട്ട് അല്ലേ കോണ്ടന്റുകൾ കുറെ കൊടുക്കുന്നു. കാരണം ഞാൻ ആലോചിച്ചിപ്പം 10-12 ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് വരും. ക്യാമറ വന്ന് പിന്നെ നമുക്ക് കണ്ടിപ്പോലും കാണത്തില്ല. നമ്മൾ ആദ്യം ചെല്ലുന്നതല്ല, നമുക്ക് പിന്നീട് നമുക്ക് നമ്മുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വരും. പക്ഷേ ഞാൻ അവിടെ 35 ദിവസം അനീഷിന് ഒരേ സ്വഭാവം. ആരാ അങ്ങനെ വന്നിട്ട് മാസ്ക് വെച്ചൊരു ഫേക്ക് ആയിരുന്നു, പിന്നീട് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇത് മാറി തോന്നിയത് ആരായിരുന്നു? തോന്നിയത് അതായത് സാബുമ്മ പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇനി കുറച്ചുകൂടെ ദിവസം കഴിയുമ്പോഴത്തേന് ചിലപ്പം എൻ്റെ യഥാർത്ഥ സ്വഭാവം വരുമായിരിക്കും എന്ന് പറഞ്ഞല്ലാതെ അങ്ങനെ ആരെയും തോന്നിയിട്ടൊന്നുമില്ല. ആദ്യം വന്നവരില്ല, ഫസ്റ്റ് എൻട്രിയിൽ ഉണ്ടായിരുന്നവര് കുറച്ച് ദിവസം ഒരു ക്യാരക്ടർ, പിന്നെ അവരെ തനിക്കോടം പുറത്തേക്ക് വന്നു തോന്നിക്കുന്നത് ആരായിരുന്നു? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അനുമോളെയൊക്കെ സംബന്ധിച്ച് എനിക്ക് നേരത്തെ തൊട്ട് അറിയാവുന്ന കുട്ടീനെ, സൂചിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ തൊട്ട് അറിയാവുന്ന. അവളെ സംബന്ധിച്ച് എല്ലാത്തിനും ഇങ്ങനെ ഇങ്ങനെ ജോളി അടിച്ച് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴത്തേനും അവൾ എന്ത് പറഞ്ഞാലും ഫീൽ ചെയ്യുന്നു, പിണങ്ങുന്നു, കരയുന്നു. അതൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ അപ്പോൾ അവളോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ചേച്ചി ഞാൻ പുറത്ത് അങ്ങനെ ഞാൻ മിണ്ടുക, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങനല്ല ചേച്ചി ഇങ്ങനെ ആയെന്ന് പറഞ്ഞു. കാരണം നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്ത് വന്നാലും ആടിപ്പാടി രസിച്ച് നടക്കുന്ന കുട്ടി പെട്ടെന്ന് കരയുന്നു. ഇനിയിപ്പം കുറെ നാൾ കഴിഞ്ഞിട്ടല്ലേ ഞാൻ അവരെ കാണുന്നത്, ഒരുമിച്ച് കാണുന്നൊക്കെ. അതുകൊണ്ടോ ഇനി മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു അവാർഡ് കിട്ടുന്ന ഒരു ഫംഗ്ഷനിൽ സ്റ്റേജിലിരിക്കുന്നുണ്ട്. അവിടെ അനു ഇരിക്കുന്നുണ്ട്, രേണുസുതി ഇരിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും പരസ്പരം നോക്കുന്നില്ല, പരസ്പരം രണ്ട് ദിശയിലേക്ക് ഇരിക്കുന്നു. എവിടേക്കോ പറഞ്ഞൊരു കാര്യമുണ്ട്, പരസ്പരം അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ തുടക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. അന്ന് അവാർഡിന് ഇതിന് പോകുന്നതിന്റെ തലേന്ന് ഞാൻ അനുവിനെ വിളിച്ചത്, നീ ഉണ്ടോ? ഉണ്ട് ചേച്ചി, ഞാനുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടാണ് വന്നത്. എനിക്ക് ആ ട്രെയിനിൽ നിന്നൊക്കെ വീണതിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഇരുന്നതാണ്. അങ്ങനെ അത് തന്നെയല്ല, എവിടെയോ സൈഡിലേക്ക് നോക്കി മൈൻഡ് ചെയ്യുന്നില്ല, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ മിണ്ടിയിട്ടാണ് അവിടെ ഇരുന്നത്. എപ്പോഴും ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അവൾക്ക് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ആ ഒരു സാധനം മാത്രം എടുത്തിട്ടാണ് അങ്ങനെ ആ കട്ട് മാത്രം എടുത്ത് പുറത്തോട്ട് വന്നതാണ്. ശരിക്കും വിഷയങ്ങൾ പ്രശ്നങ്ങൾ അവിടെ വന്ന് ഇപ്പൊ സുചേന്റെ പ്രസൻസ് ഇഷ്ടമുള്ള ഒരാളാണ്, സുചേന്റെ ഒപ്പം വർക്ക് ചെയ്ത ഒരാൾ അവിടെ ഉണ്ട്. ശരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു. പക്ഷെ അത്തരത്തിൽ സൗഹൃദം നിങ്ങൾ തമ്മിൽ കണ്ടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സുചാന്റെ കൂടെ വർക്ക് ചെയ്ത ആളാന്ന് പറഞ്ഞപ്പോ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണമെന്നുണ്ട്? പരിചയമുള്ള ഒരാളല്ലേ. എനിക്കങ്ങനെ ആരും എന്താ പറയാ അവിടെ ചെന്ന് ബെസ്റ്റ് ഫ്രണ്ട് ആക്കണമെന്നോ അങ്ങനെയൊന്നും എനിക്കില്ല. അത് നമ്മുടെ ഇഷ്ടമല്ലേ, ആരെയും ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം. പുറത്തുള്ള പറയുന്നവരാണോ? ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? എനിക്ക് ശാരികയോട് ഭയങ്കര കൂട്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ശാരിക ഫ്രണ്ട് ആക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഗെയിമറായിട്ട് നിന്നാ പോരാ, അപ്പൊ എന്തുകൊണ്ട് ശാരിക ഫ്രണ്ടായി? ഫ്രണ്ട് ആക്കിയതല്ല, എല്ലാവരും ഒരു പോലെ. പക്ഷെ ഈ പറഞ്ഞത് എനിക്ക് വിഷമമൊക്കെ ശാരി വിഷമാടി കണ്ണ് നിറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവളുടെ അടുത്ത് സംസാരിക്കും. ഇതിപ്പോ ഫ്രണ്ട് ആക്കുക. ഇപ്പം ഇറങ്ങി ശാരിക എന്നെക്കാൾ ഒരാഴ്ച മുന്നേ ഇറങ്ങി പോകുന്നതാണ് അല്ലേ. ഇപ്പൊ ഞങ്ങൾ വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പൊ എപ്പോഴേ കണ്ടേനെ ഞങ്ങൾ കണ്ടുമുട്ടി. എന്നെ സംബന്ധിച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ 24 hours കാണുന്ന ഒരു ഫ്രണ്ട്സ് അല്ല. എപ്പോഴും കാണണം, എപ്പോഴും വിളിക്കണം, അല്ല എല്ലാം പറഞ്ഞാൽ അതല്ല എൻ്റെ ഫ്രണ്ട്സ്. കാണുമ്പോൾ ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ
അവരിനി ആദ്യമായിട്ട് ഇപ്പം ഇനിയിപ്പോൾ അടുത്ത ആൾ ആരാ ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇറങ്ങിയവർ എന്നെ കാണാൻ അവരും എൻ്റെ ഫ്രണ്ട്, അല്ലാതെ ഫ്രണ്ട്സ് ആക്കണം ഇവർ ഓവറായിട്ട് അങ്ങനെയുള്ള ഒരു ബന്ധമൊന്നും എനിക്ക് ആരുമായിട്ടും ഇല്ല. ഇറങ്ങിയിട്ട് കണ്ടസ്റ്റൻസിനെ കണ്ടോ? ഇല്ല, അപ്പാനെയും ഞാനും മാത്രമാണ് ആദ്യമായിട്ട് കാണുന്നത് ഇറങ്ങിക്കഴിഞ്ഞത്. ഒരുമിച്ച് ഇറങ്ങിയോണ്ട് ഞാൻ ഇറങ്ങിയിട്ട്, അതായത് ഞാൻ വർക്കൗട്ടായി അപ്പാനെ എവിക്റ്റ് ആയി ഇറങ്ങി വന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. നമ്മൾ ആവശ്യപ്പെട്ടെങ്കിൽ പോലും ലാലേട്ടൻ വിളിച്ചിട്ട് പുറത്താക്കുമെന്ന് വിചാരിച്ചിരുന്നു? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം റോഹൻ അത് ചോദിച്ചു, ഞാൻ ചില ഇതിനകത്ത് കണ്ടു, അയ്യോ പണി കിട്ടി ഇവള് അറിയാതെ പറഞ്ഞു പോയി. ഞാൻ നല്ല സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് ലാലേട്ടൻ വിളിച്ച് ഇറങ്ങി വന്നത്. അയ്യോ എൻ്റെ ദൈവമേ പണി കിട്ടി, ഇനി കാല് പിടിച്ചാലോ, ഇല്ല ലാലേട്ട സോറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. എനിക്ക് നിൽക്കാൻ താല്പര്യം, എൻ്റെ അങ്ങനെ വന്നിട്ട് അവർ ചോദിക്കാണ്, രേണുവിന് 2 ഓപ്ഷൻ തരാം, വേണമെങ്കിൽ ഇനിയും നിൽക്കാം അല്ലെങ്കിൽ പോവാം എന്ന് പറഞ്ഞു തീർക്കും. ഞാൻ പോകും. ഞാൻ എത്ര സന്തോഷത്തോടെ ഇറങ്ങി വന്നത്. കാരണം എന്റെ മൈൻഡ് ഔട്ട് ആയിപ്പോ, എനിക്ക് എങ്ങനെയാണ് വെളി ചാടണം എന്നുള്ള ചിന്തയായിപ്പോ. അത് എന്റെ ചിന്തയല്ലേ. ഈ നെവിൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പുറത്തായി, അതേപോലെ നിന്നുള്ള രീതിയിലേക്ക് ഇറങ്ങി പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പോയില്ല? പോകണം ഇഷ്ടമുള്ള ഒരാള് അവിടുന്ന് പിടിച്ച് പുറത്ത്. പക്ഷെ അത് നെവിൻ വിവാദം വന്നിട്ട് പുറത്ത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, നൂറേയും ആദിലേയും തമ്മിലുള്ള പ്രശ്നം അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ പോകുന്നു പറഞ്ഞു അല്ലേ? അല്ല, അവൻ ക്യാമറയുടെ മുന്നിൽ നോക്കിയിട്ട് പറഞ്ഞു ഇത് ചെയ്തില്ല ഞാൻ പോകും, വെല്ലുവിളിക്കുന്ന പോലെയാണ് പറഞ്ഞു. ഞാൻ പോകും, എനിക്കിവിടെ നിൽക്കണ്ട. ഞാൻ അങ്ങനൊന്നും ക്യാമറയെ നോക്കി ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ മക്കളെ കാണാൻ എങ്ങനെയല്ലോ ഒന്ന് പുറത്ത് പോകണം, ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെ എനിക്കിപ്പോൾ പുറത്ത് പോകണം, എന്നെ ഇപ്പൊ പുറത്ത് പോകണം ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പുറത്ത് പോയി വന്നിട്ട് നെവിൻ തിരിച്ചു വന്നപ്പോൾ എന്ത് തോന്നി? നെവിൻ അതിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ, നെവിൻ നമ്മളെ അടുത്ത് ക്ഷമ പറഞ്ഞു, ഞങ്ങൾ എന്നെ അകത്ത് കയറ്റണോന്ന് പറഞ്ഞു. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാനതിന് തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ സന്തോഷത്തോടെ ഇറങ്ങി പോന്നു. ഇനി ഒരു റീ എൻട്രിക്ക് വിളിച്ചാൽ പോവും? ഇല്ല, എന്തിനാ ഞാനിവിടെ സമാധാനത്തോടെ നിൽക്കണം. ഇല്ല, ഞാൻ അവിടെ സമാധാനമില്ലേ ബിഗ് ബോസ്? സമാധാനമില്ലെന്നല്ല, ഇപ്പൊ എനിക്ക് സന്തോഷം സമാധാനം തിരിച്ചു കിട്ടിയ പോലെ. കാരണം ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ടോട്ടലി ഞാൻ മൈൻഡ് ഔട്ട് ആയി. ഏറ്റവും രേണുസുതിക്ക് അവിടെ തലവേദന ഉണ്ടാക്കിയ ക്യാരക്ടർ ആരായിരുന്നു? തലവേദന ഉണ്ടാക്കിയതല്ല, ഹൈജീൻ്റെ പ്രശ്നം വന്നപ്പോൾ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാൻ എന്താണ് ഹൈജീൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ തന്നെയാണ്. പിന്നെ ആദ്യമായിട്ട് ആ ഒരു പ്രശ്നം വന്നു. പക്ഷെ എന്നാൽ പോലും അനുമോളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, അവളാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ അവൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇപ്പം വിശക്കുന്നുണ്ടോ എന്നോട് ഓടി വന്ന്, ചേച്ചി വിശക്കുന്നുണ്ടോ ചേച്ചി, ഫുഡ് ഞാൻ വെച്ച് തരാം കേട്ടോ, ഒരു ദോഷങ്ങൾ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് സ്നേഹമായിട്ട് ഇടപെടും. അതുകൊണ്ട് എന്നെ അങ്ങനെ പറഞ്ഞിട്ട് പോലും എനിക്ക് അവളോട് ഒരു ശത്രുതയില്ല. പക്ഷെ അത് അവൾ അങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ല. പിന്നെ പേൻ വിഷയം, ഒരു മനുഷ്യൻ്റെ ഇവിടുന്ന് ഇങ്ങനെ എനിക്കറിയത്തില്ല, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കും, ഇങ്ങനെ ഒരു പേനുള്ള ഞാൻ ഇങ്ങനെ ഇരിക്കുമോ? ഇല്ല. അവിടെ ചെന്നപ്പോൾ തന്നെ ഏജൻ്റെ പണിയാണ് നമുക്ക് ആദ്യം കിട്ടിയത്. അതായത് നമുക്ക് പിന്നെ അടുത്തത് റൂമേ എന്ന് പറയുന്ന അവരാണ് നമുക്ക് ഇത് ചെയ്തു തന്നത്. നല്ല രീതിയിലാണ് അവർ ചെയ്തു തന്നത്. ഞാൻ ജിസേലിനോട് വരെ പറഞ്ഞു, ജിസേലെ ദുബായിൽ നിന്ന് അവൾ ചെയ്തത്, അവളുടെയാണ് മുടിയെല്ലാം കൊഴിഞ്ഞു പോയത് ഓരോന്ന്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ജിസേലെ നീ നാട്ടിൽ വരുമ്പോൾ നിനക്ക് റൂമേനെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കാൻ നല്ല ഒറിജിനൽ സാധനമാണ് ചെയ്തു തരുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല, നല്ല രീതിയിലാണ് അവർ ചെയ്തത്. ചെയ്തിട്ട് 2ാമത്തെ ആഴ്ചയാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ വലിയ കോമ്പിട്ടാണ് ഇത് ചെയ്യേണ്ടത്, അതായത് നല്ല ഭംഗിയായിട്ടിരിക്കാം. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഏജിൻ്റെ പണിയാണ്ട് നമ്മുടെ ആ വലിയ കോമ്പൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കുഞ്ഞ് കോമ്പ് അത് വെച്ച് നമുക്ക് ചെയ്യാനും ഒന്നും മുറുക്കൊന്നും പറ്റൂല. അല്ലാതെ അവരെയും കുറ്റപ്പെടുത്തില്ല, നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. നമുക്ക് ഷാമ്പൂ കിട്ടിയിട്ടില്ലായിരുന്നു നമ്മുടെ, നമുക്കൊന്നും 21 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ സാധനങ്ങൾ വരുന്നത്. ആ പാൻ വിഷയം അക്ബറിന്റെ പാട്ടിലെ വരികളിൽ വരെ വന്നു. പക്ഷെ അതെന്റെ പേര് പ്രതിപാദിച്ചിട്ടില്ല, എന്റെ പേര് അങ്ങനെ ഞാൻ രസമായിട്ടല്ലേ എടുത്തു, എന്റെ പേരല്ല പ്രതിപാദിച്ചത്. അല്ല, പാൻ വിഷയത്തിൽ നല്ല രീതിയിൽ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ വിഷമം തോന്നിയോ? ഞാൻ പറയട്ടെ, അത് ഞാൻ സന്തോഷത്തോടെ ആസ്വദിച്ചല്ലോ. അതെ, ഞാൻ ചിരിച്ച് ആസ്വദിച്ച്. അതായത് ഇങ്ങനെ എനിക്ക് നിങ്ങൾ പൊട്ടി വീഴുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ അതാണ് പറഞ്ഞത്, അത് അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, കുഞ്ഞ് കോമ്പിട്ടാണ് ഞാൻ മുറുക്ക. ഈ പേൻ വിഷയം വന്നപ്പോൾ തന്നെ എനിക്ക് സങ്കടമായിപ്പോയി. അപ്പം ഇങ്ങനെ ചെയ്യപ്പോൾ തന്നെ ഇത് പൊട്ടി പോയി ചെറുതായിട്ട്. അത് ഞാൻ കാരണമാണ്, അല്ലാതെ അവർ ചെയ്തു വെച്ചതിന്റെ കാരണമല്ല. അവർ നല്ല രീതിയിലാണ് ചെയ്തു വെച്ചത്. ഞാൻ ഇനിയും പോയി അവരുടെ അടുത്തുനിന്ന് ചെന്ന് ഞാനിതിന് ശരിയാക്കണം. നല്ല രീതിയിലാണ് അവർ ചെയ്തത്. പക്ഷെ ഈ ഒരു കുഞ്ഞു കോമ്പ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ തന്നെ ഈ ഒരു ഇങ്ങനെ പൊടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എന്നെ ട്രോളന്മാർ ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇങ്ങനെയാണ്. പക്ഷേ എക്സ്റ്റൻഷൻ വെച്ച് മാത്രം ഇപ്പം എല്ലാവരും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ബിഗ് ബോസിൽ പോയി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ക്ഷീണം ഉണ്ടാവും, അല്ലെങ്കിൽ പഴയൊരു ലുക്കൊക്കെ മാറും. രേണുസുതി പോയി വന്നപ്പോൾ ഗ്ലാമർ കൂടുക ചെയ്ത്. എന്താ സംഭവം? പുറത്തോട്ടൊന്നും ഇറങ്ങാഞ്ഞിട്ടാണോ? അവിടെ വെയിലൊന്നും കൊള്ളുന്നത്? AC തന്നെ ആയിരിക്കായിരുന്നു. ആൻഡ് ബിഗ് ബോസിൽ ഫയർ ആയിട്ടിരുന്നായിരുന്ന ആളാണ് രേണുസുതി എന്ന് പറഞ്ഞു. ആൻഡ് ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഫയർ കൊടുക്കാറുണ്ട്. രേണുസുതി ഇല്ലാത്തപ്പോൾ ഒരു ഫയറിങ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? കഴിഞ്ഞ പരാമർശം ഉണ്ടായിരുന്നു ലാലേട്ടൻ ഇത്രയും ഇതായിട്ട് ദേഷ്യപ്പെട്ട് കാണുന്നത്.
ജിസേൽ അനു വിഷയത്തിലും ദേഷ്യപ്പെട്ട് കണ്ടു, പല വിഷയത്തിലും ദേഷ്യപ്പെട്ട് കണ്ടെങ്കിലും ഇത് ഭയങ്കര. കാരണം അങ്ങനെ ലക്ഷ്മി പറഞ്ഞ തെറ്റാണ്, ലക്ഷ്മി ആ കാണിച്ചത് പറഞ്ഞ വെറും തെറ്റാണ്. കാരണം എന്തിനാ അങ്ങനെയൊക്കെ അയ്യോ അവര് എനിക്ക് അവര് പൂമ്പാറ്റകളായിട്ടാണ് തോന്നുന്നത്. നല്ല 2 പിള്ളേർ, എനിക്ക് 2 പേരെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു അവര് പാർട്ട്ണർ, അത് അവരുടെ ഇഷ്ടമാണ്, അവർ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? എൻ്റെ വീട്ടിൽ ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞല്ലോ, അവരോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയും, ചേച്ചി ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് വരും, 2 പേരും വരും. അതുപോലെ ചേച്ചി ഞങ്ങളുടെ അടുത്തോട്ട് വരണം, നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തണമെന്നൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയായിരുന്നു. അത് ലക്ഷ്മി ഇനി എന്തൊക്കെ ലക്ഷ്മി അതിനകത്ത് ഇത് കൊണ്ടുവന്നാലും അവൾ പറഞ്ഞ തെറ്റാണ്. ലക്ഷ്മി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ, അതെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്?